എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഗീവ് താങ്ക്സ് ടു ഗോഡ് ഫോർ എവരിത്തിങ്. 1 തെസ്സലോനിക്കർ 5:18. എല്ലാറ്റിനും, നല്ലതിന് മാത്രമല്ല, ചീത്തയെന്ന് കഷ്ടമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക്. കുടുംബാംഗങ്ങൾ പിന്മാറ്റത്തിലാണ്, സ്തോത്രം. കുഞ്ഞു പരീക്ഷയിൽ തോറ്റുപോയി, സ്തോത്രം. ആഗ്രഹിച്ച വർധന ജോലിയിൽ കിട്ടിയില്ല, സ്തോത്രം. എപ്പോഴാണ് ഈ സ്തോത്രം വർക്കാകുന്നത്? അത് ഒരു അധര ഫലമാകുമ്പോഴാണ് വർക്കാകുന്നത്. അത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്. ആർക്കും അധരം കൊണ്ട് സ്തോത്രം പറയാം, പക്ഷെ അധര ഫലമാകണം. അത് ഹെബ്രായ ലേഖനം 13 അതുകൊണ്ട് യേശു മുഖാന്തരം നാം ദൈവത്തിന് യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതാണ് യാഗം. ഇടവിടാതെ അർപ്പിക്കാൻ കഴിയുന്നൊരു യാഗം. യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയുകയാണ്. അവൻ നമുക്കായി യാഗമായി, അകൃത്യയാഗമായി. അതുകൊണ്ട് നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് ചെല്ലുക. ആ നിന്ന എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചില്ലേ? കർത്താവ് നമുക്ക് അഭിമാനം തരുന്നു, മാനം തരുന്നു. പക്ഷെ കർത്താവിന് വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു നിന്ന വരുന്നുണ്ട്. അത് പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് വരുന്നത് കർത്താവിനെ അവരുടെ സമുദായത്തിൽ നിന്ന് വിട്ടു പോരാൻ നേരം അതൊരു നിന്നയായി മാറുന്നു. ചർച്ചക്കാരും വീട്ടുകാരും നിന്ദിക്കുന്നു. മറ്റു ചിലർക്കോ കർത്താവിൽ വന്നിട്ടും ഇവർക്ക് പ്രത്യേകിച്ചൊന്നും പുറമേ കാണാനില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർ നിന്ദിക്കുന്നു. രണ്ടാണെങ്കിൽ കർത്താവ് അറിയുന്നു. കർത്താവ് പറഞ്ഞു, അത് ഞാൻ വെച്ചിരിക്കുന്നതാണ്, ധൈര്യമായിട്ട് തോന്നോ. കർത്താവിനെ നോക്കിയിട്ട് ആരാ ലജ്ജിതരായത്? കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അപ്പോൾ അധര ഫലമാകണം. ഹൃദയം ശുദ്ധീകരിക്കണം, മനസ്സ് നിർമ്മലമാകണം. അവിടുന്ന് വരുന്ന സ്തോത്രം സ്വർഗത്തെ ചലിപ്പിക്കുന്നു. അങ്ങനെ നിർമ്മല ഹൃദയത്തിൽ നിന്ന് വരുന്ന, നുറുങ്ങിയ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തോത്രം അത് രാജ്യങ്ങളെ ചലിപ്പിക്കുന്നു. പ്രധാനമന്ത്രിക്ക് വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കണമെന്നില്ല. പരിശുദ്ധാത്മാവ് ഒരു നിയോഗം തരുമ്പോൾ ആ വേദനിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ഒരു സ്തോത്രം, അത് സിംഹാസനങ്ങളെ കുലുക്കുകയാണ്. അത് ദൈവസഭയുടെ ബുദ്ധിമുട്ടുകളെ മാറ്റുകയാണ്. ദൈവജനത്തിൻ്റെ നിന്നയ്ക്ക് ആശ്വാസമായി സ്വർഗത്തിൽ നിന്ന് തണുപ്പിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ അധരഫലമെന്ന സ്തോത്രയാഗം, യേശു കർത്താവ് ഒരു അകൃത്യയാഗമായി തീർന്നത് കൊണ്ട് യാഗമെന്ന വാക്ക് വരുന്നുണ്ട്. അത് പെയിനുണ്ട്, വേദന ഉണ്ടെന്ന്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ കഴിയുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനെയോ രാജാക്കന്മാരെയോ പ്രഭുക്കന്മാരെയോ കർത്താവിന് വിളിച്ചാൽ പോരെ? എത്രയോ നിർമ്മല മനസാക്ഷിയുള്ള, കുഴപ്പത്തിലൊക്കെ ചാടാത്ത എത്രയോ നല്ലവരുണ്ട്, ലോകപ്രകാരം നല്ലവരുണ്ട്. പക്ഷെ കർത്താവ് ഈ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ, ഭോഷന്മാരെയും കുലീനന്മാരെ ലജ്ജിപ്പിക്കാൻ വേണ്ടി നികൃഷ്ടരായ ആൾക്കാരെയൊക്കെ വിളിച്ചെന്തിനാണ്? ഈ മറുവശത്തുള്ള ആൾക്കാർക്ക് നുറുങ്ങിയ ഹൃദയം എന്താണെന്ന് അറിഞ്ഞുകൂടാ, തകർന്ന മനസ്സവർക്കില്ല. എന്ന് പറഞ്ഞാൽ യാഗമുണ്ട്, രക്തമില്ല. ഇത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തമില്ലാതെ യാഗം പ്രസാദമല്ല. ഹാവലിൻ്റെ യാഗം പ്രസാദമായി, കയ്യിൻ്റെ യാഗം പ്രസാദമല്ല, കാരണം രക്തമില്ല. അപ്പോൾ നുറുങ്ങിയ ഹൃദയം, തകർന്ന മനസ്സ്. എന്നിട്ട് സ്തോത്രം പറയുകയാണ്. എന്താണ് സ്തോത്രം പറയുന്നത്? കർത്താവ് പറയണം, നിനക്കൊന്നും ഇല്ലല്ലോ, വേണ്ട, നീയുണ്ടല്ലോ കർത്താവേ, നീ എന്നെ അറിയുന്നല്ലോ. ഡെയിലി ബേസിൽ ഇടപെടുക. വീട്ടുകാരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും ഒക്കെ നിന്നയായി, പക്ഷേ സ്തോത്രത്തിന് കുറവില്ല. ജോബ് നീതിമാനും നിഷ്കളങ്കനുമായവൻ തന്നെ നിന്നയേൽക്കുന്നു. ദൈവദൃഷ്ടിയിൽ ഇവൻ നീതിമാനാണ്, നിഷ്കളങ്കനാണ്. ലോകദൃഷ്ടിയിൽ അങ്ങനെയല്ല. പക്ഷെ കർത്താവ് പറഞ്ഞ്, ഞാനുണ്ട്, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എല്ലാവരും പ്രവചിച്ച് പ്രവാചകന്മാരായി. പക്ഷെ ആമോസിനോട് ചോദിച്ചപ്പോൾ ആമോസ് പറഞ്ഞു, ഞാൻ കാട്ടത്തിപ്പഴം പൊറുക്കുന്നവൻ, ഇടയൻ, കർത്താവ് എന്നെ പിടിച്ചു, നീ പോയി പ്രവചിക്കുക പറഞ്ഞു. അതാ ദൈവത്തിൻ്റെ രീതി. നന്ദി പറയാൻ അറിയാത്തവൻ, കൃതജ്ഞതയുള്ളവൻ, കിട്ടിയ ഉപകാരങ്ങളൊന്നും മതിയല്ല എന്ന് വിചാരിച്ച് മറ്റുള്ളവരോട് അസൂയപ്പെട്ട് നടക്കുന്നവനെ പിടിച്ച് സ്തോത്രത്താൽ അത്ഭുതം ചെയ്യുന്നവനാക്കുന്നു ദൈവം. എന്തു പറ്റി? മറ്റുള്ളവരെല്ലാം ഇപ്പോൾ കിട്ടിയതിനാണ് സ്തോത്രം പറയുന്നത്. പക്ഷെ മുമ്പ് നന്ദി കെട്ടവനായിരുന്നവൻ ഇപ്പോൾ എല്ലാറ്റിനും സ്തോത്രം പറയുന്നവനായി മാറ്റി, എല്ലാറ്റിനും സ്തോത്രം പറയുന്നവനായി മാറി. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും ദൈവിക ഇടപെടൽ വരികയാണ്. പ്രയാസമാണ്. ബുദ്ധിയിൽ നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് എല്ലാറ്റിനും സ്തോത്രം പറയാൻ പറ്റുകയില്ല. പക്ഷെ ദൈവം തിരഞ്ഞെടുത്തവനോ എല്ലാറ്റിനും സ്തോത്രം പറയുന്നു.
പഴയ നിയമ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. നന്ദി പറയൽ വാക്കുകൊണ്ടല്ല, ഹൃദയത്തിൽ നിന്ന് വരുമ്പോഴാണ് സ്വർഗത്തിലെത്തുന്നത്. അത് പഴയ നിയമത്തിലെ ഉപകാരങ്ങൾക്ക് നന്ദി പറയുക തീർച്ചയായിട്ടും വേണം. ഓരോന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പഴയ നിയമത്തിൻ്റെ ലെവലാണത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശ്രേഷ്ഠമായി മാറി. അപ്പോൾ സ്തോത്രം അനുഗ്രഹമാണ്, അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നു. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന പോലെ സ്തോത്ര യാഗം കഴിക്കാൻ സാധിക്കുന്നില്ല? കാരണം ഒരു ശത്രുവുണ്ട്. ആ ശത്രു മരണമാണ്, മരണത്തിൻ്റെ അധികാരിയായ സാത്താൻ. അവൻ നിരാശകൾ കൊണ്ടുവരുന്നു, അസൂയ കൊണ്ടുവരുന്നു, നമ്മുടെ വായ അടപ്പിക്കുന്നു. ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ലിറ്ററൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന അവിശ്വാസമാണ്. പക്ഷെ സ്പിരിച്വലി വിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റ്, വിപരീതം എന്ന് പറയുന്നത് കാഴ്ചയാണ്. എന്നതുപോലെ സ്തോത്രത്തിൻ്റെ, നന്ദി പറയലിൻ്റെ വിപരീതം കൃതജ്ഞത ആണ് ആക്ഷരികമായെങ്കിലും സ്പിരിച്വാലിറ്റിയിൽ, ആത്മീയത്തിൽ നന്ദിയുടെ വിപരീതം അസൂയയാണ്. അത് കൊണ്ടുവരുന്നതോ ഈവിൾ സ്പിരിറ്റാണ്, അശുദ്ധാത്മാവാണ്. അപ്പം അതിനെ നമ്മൾ ജയിക്കണം. എങ്ങനെ ജയിക്കും? പൂർണ്ണമായി കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയ യാത്ര തുടങ്ങുന്നവനും ആത്മീയത്തിൽ വളർന്നവനും പറയുന്ന വാക്കാണ് സ്തോത്രമെങ്കിലും ആത്മീയത്തിൽ വളർന്നവൻ്റെ സ്തോത്രത്തിന് പവറുണ്ട്. കാരണം അവൻ കൂടുതൽ കർത്താവിനെ ഉൾക്കൊണ്ടു, കൂടുതൽ അവൻ കർത്താവിനെ അനുസരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ അവൻ വിധേയപ്പെടുന്നു. അതുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുന്നവൻ. പ്രതികൂലത്തിൽ തഴച്ചു വളരുന്നതാണ് ആത്മീയത. സാധാരണ മനുഷ്യൻ അവൻ സന്തോഷമുള്ളപ്പോൾ, വിടുതൽ കിട്ടുമ്പോൾ ആനന്ദിക്കുന്നവനാണ്. പക്ഷെ യഥാർത്ഥ ആത്മീയൻ അവൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ ആത്മീയത്തിൽ വളരാനുള്ള വളക്കൂറുള്ള മണ്ണായി കാണുന്നു. അതുകൊണ്ട് ഇരുട്ടിൽ അവൻ തഴയ്ക്കുന്നു. ഇരുട്ടിൽ അവൻ്റെ പ്രാർത്ഥനാമുറിയിൽ വിളക്കണയുന്നില്ല. അപ്പോൾ ദൈവം നേരിട്ട് ഇടപെടും, സ്തോത്രഗീതം തരും. യേശു വന്നാൽ അവിടെ വെളിച്ചമുണ്ട്, ജീവനുണ്ട്. അവൻ തന്നെ വഴിയാണ്, അവനാണ് സത്യം, അവനാണ് ജീവൻ. എപ്പോൾ? ഒരു പ്രാവശ്യമല്ല, എല്ലാ ദിവസവും അവൻ വഴി പറഞ്ഞു തരും. എല്ലാ ദിവസവും അവനായിരിക്കണം നിങ്ങളുടെ ശരി. എല്ലാ ദിവസവും അവനായിരിക്കണം നമ്മുടെ ജീവൻ. ഇരുട്ടുവിനടുക്കുകയില്ല, സാത്താൻ നിഷ്പ്രഭനാകും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം കൃപ നൽകട്ടെ. സ്തോത്രത്തിൽ നിറഞ്ഞു കവിയാൻ, സ്വർഗീയ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ, മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകാൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.